ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക്സ് സ്റ്റുഡിയോ. അപ്പോൾ ISL 2023-24 ട്രാൻസ്ഫർ വിപണി തുറന്നു കിടക്കുകയാണ്. സോ അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച അപ്ഡേറ്റുമായിട്ടാണ് നിലവിൽ നിങ്ങളുടെ മുന്നിലേക്ക് മെക്സ് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി തന്നെ ലേറ്റസ്റ്റ് ഫുട്ബോൾ വീഡിയോസ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതുമാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറെ അനിവാര്യമായൊരു സമയം തന്നെയാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ. നമുക്കറിയാം, പരിക്കേറ്റ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനെ തേടുകയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ്. സോ അതിനാൽ തന്നെ നമുക്കറിയാം, ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനെ ഒരു വിദേശ താരത്തെ സ്ക്വാഡിലേക്ക് കൊണ്ടുവരുമെന്ന് ഇവാൻ വെക്കോമനോസ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധകരെല്ലാം ഒരുപോലെ ഉറ്റുനോക്കുന്ന ആ ഒരു കാര്യത്തിലാണ് ആ ഒരു അപ്ഡേറ്റിന് വേണ്ടിയാണ് നിലവിൽ എല്ലാവരും ഒരുപോലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ അൽവാരോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തിരികെ കൊണ്ടുവരുമെന്ന് വാർത്തകൾ പറഞ്ഞിരുന്നു. എന്നാൽ FC ഗോവ താരത്തിന് ബാൻ കൽപ്പിച്ചിട്ടുള്ളതിനാൽ അത്രയും വലിയ തുക മുടക്കി അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഒരു ക്ലബ്ബും സന്നദ്ധമായിരുന്നില്ല. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ചുറ്റിപ്പറ്റി പറന്നുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ഐക്കർ ഗോറച്ചൻ. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ്, FC ഗോവ, ഹൈദരാബാദ് FC തുടങ്ങിയ 3 ക്ലബ്ബുകൾ ഐക്കർ ഗോറച്ചൻ എന്ന സ്പാനിഷ് സ്ട്രൈക്കറെ തിരികെ ISLലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കുറേ ദിവസങ്ങളെ പറന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പരിക്കേറ്റ നായകൻ എഡ്രിയാൻ ലൂണയ്ക്ക് വളരെ പകരം ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ് ISL എക്സ്പീരിയൻസുള്ള ഐക്കർ ഗോറച്ചന. FC ഗോവയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെയും പരിക്കേറ്റ പുറത്തായ പ്ലേ മേക്കർ സ്പാനിഷ് താരം വിക്ടർ റോഡ്രിഗസിന് പകരക്കാരനെ FC ഗോവയുടെ പഴയ താരമായിട്ടുള്ള ഐക്കർ ഗോറച്ചനെ കൂടാരത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കാർലോസ് മാർട്ടിനസിനൊപ്പം ആ ഒരു ഫോർവേഡിൽ അല്ലെ അറ്റാക്കിങ്ങിൽ കൂടുതൽ സ്ട്രെങ്ത് കാട്ടാൻ ഗോവയ്ക്ക് സാധിക്കും. മറുവശത്താണ് ഹൈദരാബാദ് FCയുടെ കാര്യം. നമുക്കറിയാം, ഹൈദരാബാദ് FC സംബന്ധിച്ച് ഈ ഒരു സീസൺ വളരെ മോശം തുടക്കം തന്നെയാണ്, വളരെ മോശം രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ രണ്ടാം പകുതിയിൽ സീസൺ തുടങ്ങുന്ന രണ്ടാം പകുതിയിൽ ഐക്കർ ഗോറച്ചനെ പോലൊരു മികച്ച താരത്തെ കൂടാരത്തിലേക്ക് എത്തിച്ചുകൊണ്ട് തങ്ങളുടെ സീസണിലെ മുന്നോട്ട് പോക്കിന് കൂടുതൽ ഊർജ്ജം പകരാനായിരിക്കും ഹൈദരാബാദ് FC ശ്രമിക്കുന്നത്. എന്നാൽ ഐക്കർ ഗോറച്ചന ഏത് ക്ലബ്ബിലേക്ക് വരുമെന്ന് നിലവിൽ റിപ്പോർട്ടുകളൊന്നും ലഭ്യമല്ല. ഹൈദരാബാദ് FC, കേരള ബ്ലാസ്റ്റേഴ്സ്, FC ഗോവ തുടങ്ങിയ ടീമുകളാണ് ഐക്കറിനെ തേടി മുൻപന്തിയിലുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഐക്കർ ഗോറച്ചൻ അതേ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും ഐക്കർ ഗോറച്ചനെ സൈൻ ചെയ്യാൻ സാധ്യതയില്ല. നമുക്ക് ഒന്നാമത്തെ കാര്യം, നേരത്തെ തന്നെ ഇവാൻ വെക്കുമ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്, എഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനെ അദ്ദേഹത്തിന് ആ ഒരു സെയിം പൊസിഷനിൽ കളിക്കുന്ന അദ്ദേഹത്തെക്കാൾ കൂടുതൽ മികവ് പുലർത്താൻ കെൽപ്പുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ ആയിരിക്കും കൂടാരത്തിലേക്ക് എത്തിക്കുമെന്നാണ്. ഐക്കർ ഗോറച്ചനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പറയാം, ISL എക്സ്പീരിയൻസ് ഉള്ള താരം തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും അത് ഫോക്കസ്ഡ് സ്ട്രൈക്കറാണ്. ഒരു സ്ട്രൈക്കറാണ്. കഴിഞ്ഞ ISL സീസണിൽ ഗോവയ്ക്ക് വേണ്ടി 20-ൽ പരം ഗോളുകൾ നേടിയ താരമായിരുന്നു. സോ അതിനാൽ തന്നെ അദ്ദേഹത്തെ പോലൊരു ഫോർവേഡിൽ കളിക്കുന്ന അറ്റാക്കിങ്ങിൽ കൂടുതൽ മികവ് പുലർത്താൻ കെൽപ്പുള്ള താരത്തെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടാരത്തിലേക്ക് എത്തിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഓൾറെഡി നമ്മുടെ ടീമിൽ ദിമിത്രോസ് ഡാബൻഡക്കോസ്, ക്വാമി പെപ്ര തുടങ്ങിയ മികച്ച സ്ട്രൈക്കർമാരുണ്ട്. അതോടൊപ്പം തന്നെ കേരളയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ എഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനെ അതേ പൊസിഷനിൽ നമുക്ക് ഡെയ്സുഗി സക്കായി മാത്രമാണ് നിലവിൽ ലൂണയുടെ അഭാവത്തിൽ മിഡ്ഫീൽഡിലെ ഒരു ഫോറിൻ സാന്നിധ്യമെന്ന് പറയുന്നത്. സോ അതിനാൽ തന്നെ ലൂണയ്ക്ക് പകരക്കാരനെ അതേ സെയിം പൊസിഷനിൽ കളിക്കുന്ന വളരെ മികച്ച ത്രൂ ബോളുകളും ക്രോസ് ബോളുകളും വളരെ മികച്ച രീതിയിൽ പന്ത് സപ്ലൈ ചെയ്യാൻ കെൽപ്പുള്ള മികച്ച ഒരു പ്ലേ മേക്കറെ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നോട്ടമിടുന്നത്. സോ കാത്തിരിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, FC ഗോവയുടെ താരമായിരുന്നു ഐക്കർ ഗോറച്ചന. ഗോവ ഈ ഒരു സീസണിലേക്ക് പോകുന്നതിനൊപ്പം കൂടാരത്തിലേക്ക് നിലനിർത്താൻ ശ്രമിച്ച താരമായിരുന്നു ഐക്കർ. എന്നാൽ അവസാന നിമിഷം താരം അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. സോ ഐക്കർ ഗോറച്ചന തിരികെ ISLലേക്ക് മടങ്ങി വരുമ്പോൾ FC ഗോവ എന്ത് വില കൊടുത്തും താരത്തെ കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. സോ ഇത്തരം വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഐക്കർ ഗോറച്ചൻ എന്ന സ്പാനിഷ് സ്ട്രൈക്കറെ സൈൻ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഈ ഒരു സമയത്ത് സാധിക്കില്ല. എന്നാലും വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് നിങ്ങളെ എത്രയും പെട്ടെന്ന് അറിയിക്കുന്നതായിരിക്കും.